ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു സാമി 8ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുഹിബ്ബുൽ മുത്തഹിരീൻ, വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ആരാണ് ഇഷ്ടപ്പെടുക? വൃത്തിയുള്ളവരെ, ശുദ്ധിയുള്ളവരൊക്കെ ആരാ ഇഷ്ടപ്പെടുക? നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. എന്താണ്? മുഹമ്മദ് കുളിച്ചു വൃത്തിയായി, വെള്ള വസ്ത്രം ധരിച്ചു, തലയിൽ തൊപ്പി വെച്ചു, സുഗന്ധം പൂശി. അവൻ്റെ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. വീടും ക്ലാസും പരിസരവും അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു. എല്ലാവർക്കും മുഹമ്മദിനെ ഇഷ്ടമാണ്. കാരണം എന്താണ്? അവന് പുസ്തകങ്ങളും വീടും ക്ലാസ്സും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. കുളിച്ചു വൃത്തിയായി നല്ല വസ്ത്രം ധരിക്കുന്നു, സുഗന്ധം പൂശുന്നു. അപ്പം അങ്ങനെയുള്ള മുഹമ്മദിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെന്താണ്? ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു, ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ശുചിത്വം ഡാഷിൻ്റെ പകുതിയാണ്. ഡാഷ് എന്താണ്? ഈമാനിൻ്റെ പകുതിയാണ്. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ ആരാണ് ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇവരാണ് സത്യവിശ്വാസികൾ. ആരാണ് സത്യവിശ്വാസികൾ? വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. മനസ്സിലാക്കി പഠിക്കുക. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. മുഹമ്മദിനെ നോക്കൂ, എന്തൊരു വൃത്തി! എല്ലാവരും അവനെ പോലെയാകണം. ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കണം. വീടും ക്ലാസും പരിസരങ്ങളും ശുചീകരിക്കണം. എന്നാൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? മുഹമ്മദിനെ പോലെ എല്ലാ കാര്യവും വൃത്തിയായി ചെയ്യണം. നഖം മുറിക്കണം, കുളിക്കണം, സുഗന്ധം പൂശണം. ശരീരം വസ്ത്രമൊന്നും മലിനമാക്കരുത്. ബാഗും പുസ്തകങ്ങളൊക്കെ അഴുക്കാവാതെ നന്നായി സൂക്ഷിക്കണം. അതുപോലെ വീട്, ക്ലാസ് റൂം, പരിസരം അതൊക്കെ ശുചീകരിക്കണം. അപ്പോൾ മുഹമ്മദിനെ പോലെ എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടും. അല്ലാഹു തആല നമ്മെ ശുചിത്വമുള്ളവരിൽ പെടുത്തട്ടെ. ആമീൻ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അല്ലാഹു തആല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. വൃത്തിയുള്ളവരാരാ ഇഷ്ടപ്പെടുക? അല്ലാഹു തആല. അപ്പോൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ നക്റ വ നഫ്ഹം ഭാഗം ഒന്നായി മനസ്സിലാക്കുക. ഇനി താഴെയുള്ളത് എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. തുഹൂർ ശുദ്ധി എന്നൊക്കെ വരാം. എന്താണ് ശുദ്ധി എന്നതിൻ്റെ അറബി എന്ത്? എക്സാമിന് ചോദ്യം വരും. അപ്പോൾ തുഹൂറ്, തഹൂറ്, ഷത്തർ എന്നൊക്കെ തരും ഓപ്ഷന്. അപ്പോൾ നമുക്ക് തുഹൂറ് ശുദ്ധിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ഇത്തർ എന്ന് പറഞ്ഞാൽ സുഗന്ധം. കിതാബ് പുസ്തകം. മുത്തഹിരീൻ വൃത്തിയുള്ളവർ. ഇതൊക്കെ മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ ദഫ്തർ തോലിബിൽ ആദ്യം എന്താ വരുന്നത്? നക്റവ് വനൻഷ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിവിടെ എഴുതാനാണ്. സുഗന്ധം പകർത്തി എഴുതുക. സുഗന്ധം എന്ന് ഇവിടെയൊക്കെ എഴുതുക. സൂക്ഷിക്കുക, സത്യവിശ്വാസി, ധരിച്ചു, വൃത്തി, ശുചിത്വം, ശുദ്ധി, പരിസരം, അഴുക്ക്. അപ്പോൾ അതൊക്കെ ഈ വേർഡ്സുകളൊക്കെ നന്നായി പഠിക്കുക. സുഗന്ധം എന്നൊക്കെ ഉള്ളത് കിതാബത്തെ എക്സാം ഉണ്ടാവും. അപ്പോൾ ആ എക്സാമിന് കാഫ് 3 രീതിയിലുള്ള കാഫ്, അതേപോലെ ദാലു ഹാവും വരുന്നുണ്ട്. അതൊക്കെ വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ട് 3 രീതിയിൽ തന്നിട്ട് ചോദിക്കും ഇതിലേതാണ് ശരിയെന്ന്. അപ്പോൾ നമുക്ക് ശരിയായത് ടിക്ക് ചെയ്യാൻ വരും. മനസ്സിലായില്ലേ?
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ സത്യവിശ്വാസിക്ക് ഇവിടെ പലതരം ഷീനൊക്കെ തരും. അപ്പോൾ മനസ്സിലാക്കുക. അതേപോലെ സൂക്ഷിക്കുക, അവിടെ അടി പുള്ളിയുള്ള ഷീയാണ്. അപ്പോൾ അത് മാറ്റി തന്ന് 3 രീതിയിൽ തരും. അപ്പോൾ നമുക്ക് ശരിയായത് ഏതാണെന്ന് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. പരിസരം അതൊക്കെ എല്ലാ വേർഡ്സുകളും അതേപോലെ മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താ നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്താണ് പഠനോപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതണം. 1 പുസ്തകം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് എഴുതാം? പുസ്തകം, പിന്നെന്താണ് പെന്ന്, പെൻസിൽ, പിന്നെ റബ്ബർ മായ്ക്കുന്ന റബ്ബർ എഴുതാം. പിന്നെന്താണ് ബോക്സ്, പിന്നെന്താണ് പഠനോപകരണങ്ങൾ സ്കെയില്. അങ്ങനെ നമ്മൾ പഠനോപകരണങ്ങൾ അങ്ങനെ എഴുതി കൊടുക്കുക. അറബി മലയാളത്തിൽ എഴുതുക കേട്ടോ. പിന്നെന്താ നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മുഹമ്മദിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? കാരണം എന്ത് ചെയ്യുന്നു? അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? ഒറ്റ വാക്കിലുള്ള ഉത്തരാക്കി എഴുതുക. എന്താണ്? മുഹമ്മദ് വൃത്തിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് മുഹമ്മദിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ആ രീതിയിൽ എഴുതാം. പിന്നെന്താണ്? മുഹമ്മദ് വീടും ക്ലാസ്സും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ രീതിയിലും എഴുതാം. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്ന കുട്ടിയാണ് മുഹമ്മദ്, അതുകൊണ്ട് മുഹമ്മദിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ രീതിയിൽ എഴുതാം. അവിടെ നമ്മൾ മനസ്സിലായതാണ് എഴുതേണ്ടത്. മുഹമ്മദ് വൃത്തിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. ആ രീതിയിൽ എഴുതാം. അടുത്തതാ വൃത്തിയുള്ളവരാവാൻ നാം എന്തെല്ലാം ചെയ്യണം? നാം എന്തെല്ലാം ചെയ്യണം? ഇപ്പോൾ പാഠത്തിൽ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി വെട്ടണം. ഇവിടെ പറയുന്നുണ്ട് ശരീരം വസ്ത്രം മലിനമാക്കരുത്, ബാഗും പുസ്തകങ്ങളും അഴുക്കാവാതെ സൂക്ഷിക്കുക, വീടും ക്ലാസ്സും പരിസരങ്ങളും ശുചീകരിക്കുക. അപ്പോൾ വൃത്തിയുള്ളവരാവാൻ നാം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ശുചിത്വം ഡാഷിൻ്റെ പകുതിയാണ്. എന്തിൻ്റെതാണ്? ഈമാനിൻ്റെ പകുതിയാണ്. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇത് എഴുതാം. അടുത്തത് വൃത്തിയുള്ളവരെ ഡാഷ് ഇഷ്ടപ്പെടും. ആരാണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വൃത്തിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹു എന്ന് അവിടെ എഴുതാം. അപ്പോൾ പാഠത്തിൽ ഇവിടെ അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ അത് എഴുതാം. അടുത്തത് നിസ്കാരം ശരിയാവാൻ ഡാഷ് വേണം. എന്താണ്? വൃത്തിയും ശുദ്ധിയും വേണം. നിസ്കാരം ശരിയാവാന് വൃത്തിയും ശുദ്ധിയും വേണം. അപ്പോൾ മനസ്സിലാക്കി എഴുതുക. അടുത്തതാ പുസ്തകങ്ങൾ ഡാഷ് ആകാതെ സൂക്ഷിക്കണം. എന്താണ്? അഴുക്കാകാതെ സൂക്ഷിക്കണം. അഴുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ അഴുക്കാവാതെ സൂക്ഷിക്കണം. അതേപോലെ അതൊക്കെ വരാം. ശരീരവും വസ്ത്രവും ഡാഷ് മലിനമാക്കരുത്. മനസ്സിലായില്ലേ? വീടും ക്ലാസ്സും ഡാഷ് ശുചീകരിക്കണം, പരിസരങ്ങളും. അപ്പോൾ അതൊക്കെ അതേപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാണ് നഖവും ഡാഷും കൃത്യമായി മുറിക്കണം. എന്താണ്? നഖവും മുടിയും കൃത്യമായി മുറിക്കണം. ഇവിടെ അടിയിൽ വന്നിരുന്നു നഖവും മുടിയും കൃത്യമായി. അപ്പോൾ അത് അവിടേക്ക് പകർത്തുക. അടുത്തത് എന്താണ്? നുൻഷുൽ കലിമത്ത്. ഇവിടെ താഴെ തന്ന ഈ കലിമത്തുകൾ പകർത്തി എഴുതുക. ക, ഖ, ഗ, ത്ര, ന്ത, ഷ്ട, സ്ത. അപ്പോൾ ഇത്രയും വേർഡ്സുകൾ ഇവിടേക്ക് താഴോട്ട് എഴുതുക. ഇനി എന്താ വന്നത്? നുൻഷുൽ ജുമുല കമാഫിൽ മിസാലി. ഇവിടെ വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അബ്ദുള്ള, മുഹമ്മദ്, നഖം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇവിടേക്ക് ഇതുപോലെ ഉണ്ടാക്കണം. അബ്ദുള്ള ബാഗ് എടുത്തു. അപ്പോൾ അബ്ദുള്ള ബാഗ് എടുത്തു. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി. അതുപോലെ ഇനിയും നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുക. എന്താണ്? മുഹമ്മദ് പുസ്തകം പൊതിഞ്ഞു. അങ്ങനെ അവിടെ ചേർത്ത് ചെയ്താൽ. പിന്നെന്താണ്? മുഹമ്മദ് നഖം മുറിച്ചു. മൂന്നാമത്തത് മുഹമ്മദ് നഖം മുറിച്ചു. പിന്നെന്താ എഴുതാം? അബ്ദുള്ള സുഗന്ധം പൂശി. അബ്ദുള്ള സുഗന്ധം പൂശി. അത് എഴുതാം. നാലാമത്തത് അത് എഴുതാം. ഇനിയോ മുഹമ്മദ് പുസ്തകം വാങ്ങി.
മുഹമ്മദ് പുസ്തകം വാങ്ങി. അടുത്ത ഇവിടേക്ക് അത് എഴുതാം. പിന്നെന്താണ് ഇവിടെ വന്നത്? ആയിഷ. ആയിഷ എന്ത് ചെയ്ത്? ആയിഷ കുളിച്ചു വൃത്തിയായി. ആയിഷ കുളിച്ചു, അങ്ങനെ എഴുതാം. ആയിഷ കുളിച്ചു. പിന്നെന്താ പേര് വന്നത്? യാസിർ പുസ്തകം പൊതിഞ്ഞ് വൃത്തിയാക്കി. യാസിർ പുസ്തകം പൊതിഞ്ഞ് വൃത്തിയാക്കി, അങ്ങനെ എഴുതാം. പിന്നെ ആയിഷ സുഗന്ധം വാങ്ങി. ആ രീതിയിലൊക്കെ എഴുതാം. ആയിഷ ബാഗ് വാങ്ങി. അപ്പോൾ അങ്ങനെ സെൻറ്റൻസുകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളിവിടെ പൂർത്തിയാക്കാനാണ് തന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാം. അടുത്ത വർക്ക് എന്താ ഇവിടെ വരുന്നത്? യക്തുബു മുദക്കിർ, എൻ്റെ ദിനചര്യ. അപ്പോൾ ഇവിടെ എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഞാൻ നേരത്തെ ഉണരും. പിന്നെന്താണ്? നമ്മൾ നേരത്തെ ഉണർന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എഴുതുക വേണ്ട. ഇവിടെ ഞാൻ നേരത്തെ ഉണർന്നു, പിന്നെ ബ്രഷ് ചെയ്ത്, കുളിച്ച്, ഉളൂ ചെയ്ത്, സുബ്ഹി നിസ്കരിച്ചു, ഖുർആനോദി, മദ്രസയിലേക്ക് പോയി, മദ്രസ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരം കുറച്ച് സമയം കളിച്ചു. അതിനുശേഷം മഗ്‌രിബ് നിസ്കരിച്ച് പഠിക്കാനുള്ള ഭാഗങ്ങൾ എടുത്ത് പഠിച്ചു. 9 മണിയായപ്പോൾ ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ അത് നിങ്ങളൊരു ദിനചര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറബി മലയാളത്തിൽ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ 8ാമത്തെ പാഠഭാഗത്തിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. വൃത്തിയും ശുദ്ധിയും ഉള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.